ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തീയൽ അഥവാ ഉള്ളിക്കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉള്ളി, ഒരു ഉള്ളി 2ആയി നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത്. കാൽ കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഒരു 3 വറ്റൽമുളക്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലി, പുളി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആദ്യം തേങ്ങയും മല്ലിയും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇല്ലെങ്കിലും മല്ലിപ്പൊടി ആയാലും മതിയാവും. ഇനി ഒരു 3-4 വറ്റൽമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം നിശ്ചയിക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടരുത് തീയലിൽ, അല്ലെങ്കിൽ തീയലിന് മഞ്ഞ കളറായി പോവും. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കടുകിട്ട് താളിക്കാം. കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം.
ഈ സമയത്ത് നമ്മുടെ അരപ്പ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഉള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് തീ ഒരു സിമ്മിലിട്ടിട്ട് പാത്രം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീയലിൻ്റെ പരുവം ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ